ഇന്ന് നമുക്ക് 2 പേർക്കുള്ള ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റ് എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് 1 ബൗൾ സ്റ്റീൽ കട്ട് ഓട്സ് വേവിച്ചതാണ്. അത് കുക്കറിൽ ഇച്ചിരി വേവ് കൂടുതലുള്ളത് കുക്കറിലാണ് വേവിച്ചത്. ഒരു 3 വിസിലായിട്ട് വേവിക്കണം. ഒരു മാതളം ഇളക്കിയത് വെച്ചിട്ടുണ്ട്. 2 ഏത്തപ്പഴം നുറുക്കിയത്, 1 ബൗൾ ഗ്രീക്ക് യോഗർട്ട്. അത് ഹൈ പ്രോട്ടീൻ, 18 ഗ്രാം പ്രോട്ടീൻ ഉണ്ട്. അത് ഫാറ്റ് ഫ്രീ ആണ്. പിന്നെ വേണ്ടത് കൊക്കോ പൗഡർ, നോൺ ഷുഗർ നാച്ചുറൽ കൊക്കോ പൗഡറാണ്. അതൊരു ടീസ്പൂൺ വേണ്ടി വരും. പിന്നെ ഈ സീഡ്സ്, ആൻറ്റി ഓക്സിഡൻസ് അടങ്ങിയ സീഡ്സ്, അതിൽ വൈറ്റ് സെസയും, പംകിൻ, വാട്ടർമെലൺ, സോയ, ചിയ, ഫ്ലാക്സ് സീഡ്സ് അതെല്ലാം ഉണ്ട്. അതൊരു ടീസ്പൂൺ. ഇത്രയുമാണ് ഇതിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ. ഇനി നമുക്ക് ഇതിനെ ഒരു ബൗളിലോട്ട് മിക്സ് ചെയ്യാം. സ്വീറ്റ്സ് ആഡ് ചെയ്യുന്നില്ല. നമുക്കതിന് ഈ യോഗർട്ട് ഇതിലോട്ട് ഒഴിക്കാം. 200 ഗ്രാമാണ്. ഏത്തപ്പഴം, നാടൻ ഏത്തപ്പഴമാണെങ്കിൽ നന്നായിരിക്കും. 2 എണ്ണം നുറുക്കിയത്. പിന്നെ സ്റ്റീൽ കട്ട് ഓട്സ്. സ്വീറ്റ് ആഡ് ചെയ്യുന്നില്ല. വേണമെങ്കിൽ 1 നുള്ളു ഉപ്പ് ചേർക്കാം. പിന്നെ 1 ടീസ്പൂൺ സീഡ്സ്, ഫ്രൈഡ് സീഡ്സ് ആണ്. 1 ടീസ്പൂൺ നാച്ചുറൽ കൊക്കോ പൊടിയാണ്. നോൺ ഷുഗറാണ്. അപ്പോൾ ഷുഗർ ഇല്ലാത്തവർക്കും നമുക്ക് ഉപയോഗിക്കാം. ഇതെല്ലാം മിക്സ് ചെയ്യണം. ഇപ്പോൾ കാർബോഹൈഡ്രേറ്റ് കുറവാണ്. കൊളസ്ട്രോൾ ഉള്ളവർക്ക്, ഫാറ്റി ലിവർ ഉള്ളവർക്കും, ഡയബറ്റിക് ഉള്ളവർക്കും ഒക്കെ ഹെൽത്തി ആയിട്ട് ഉപയോഗിക്കാൻ പറ്റും. കാർബ് കുറവാണ്. അതുകൊണ്ട് ഷുഗർ സ്പൈക്ക് ഉണ്ടാകത്തില്ല. ഇത് നിങ്ങളും ഒന്ന് തയ്യാറാക്കി നോക്കൂ. എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കും. 2 പേർക്കുള്ള ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇത് കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഫുൾ ഫീലായിരിക്കും സ്റ്റൊമക്ക്. പിന്നെ ഹൈ എനർജി ഫീലായിരിക്കും. 12 മണിയുടെ നമുക്ക് ഒട്ടും വിശപ്പ് അനുഭവപ്പെടത്തില്ല. അപ്പം നിങ്ങൾക്ക് ട്രൈ ചെയ്യാം.